Today I am going to discuss about Big Push theory by Rosenstein-Dodan. Big Push theory has been presented by Rosenstein-Dodan in 1943. The idea behind this theory is that a big push or a big and comprehensive investment package can be helpful to bring economic development. In other words, a certain minimum amount of resources must be devoted for developmental programs if the success of program is required. അപ്പോൾ ഈ തിയറിയിൽ മെയിൻ ആയിട്ടുള്ള ഐഡിയ എന്ന് പറയുന്നത് ബിഗ് പുഷ് അല്ലെങ്കിൽ ബിഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ കോംപ്രിഹെൻസീവ് ഇൻവെസ്റ്റ്മെൻറ്റ് പാക്കേജ് ഇറ്റ് ക്യാൻ ബി ഹെൽപ്ഫുൾ ടു ബ്രിങ് ഇക്കണോമിക് ഡെവലപ്മെൻറ്റ്. ഒരു റിസോഴ്സ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പാക്കേജ് എന്ന് പറയുന്നത് ബിഗ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പാക്കേജ് മാത്രമേ ഒരു ഇക്കണോമിക് ഡെവലപ്മെൻറ്റിലേക്ക് ലീഡ് ചെയ്യുള്ളൂ. ഓക്കെ, ആസ് സം ഗ്രൗണ്ട് സ്പീഡ് ഈസ് റിക്വയർഡ് ഫോർ ദ എയർക്രാഫ്റ്റ് ടു എയർബോൺ, ഒരു എക്സാമ്പിൾ പറഞ്ഞിരിക്കുകയാണ്. ഇൻ ദ സെയിം വേ സർട്ടൻ ക്രിട്ടിക്കൽ എമൗണ്ട് ഓഫ് റിസോഴ്സസ് ബി അലോക്കേറ്റഡ് ഫോർ ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റീസ്. അപ്പോൾ അതുപോലെയുള്ള ക്രിട്ടിക്കൽ എമൗണ്ട് ഓഫ് റിസോഴ്സസ് ഇതിലേക്ക് ഒരു certain specific amount of resources can be allocated for development activities. This theory is of the view that through bit by bit allocation, no economy can move on the path of economic development. Rather than a specific amount of investment is considered something necessarily for economic development. Economic development attain ചെയ്യണമെങ്കിൽ റോസൻസ്റ്റൈൻ-ഡൊഡാൻ്റെ ഒപ്പീനിയനിൽ bit by bit allocation can't contribute nothing towards economic development. Economic developmentൻ്റെ ഒരു പാത്തിലേക്ക് ബിറ്റ് ബൈ ബിറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ട്, അതായത് സ്മോൾ ബൈ സ്മോൾ ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ട് ഇക്കണോമിക് ഡെവലപ്മെൻറ്റിൻ്റെ പാത്തിലേക്ക് അറ്റൈൻ ചെയ്യുക എന്ന് പറയുന്നത് ഇമ്പോസിബിൾ ആണ്. അതുകൊണ്ട് തന്നെ അവിടെ വേണ്ടത് സ്പെസിഫിക് ആയിട്ടുള്ള certain amount of investment is necessary condition for economic development. ഒരു മിനിമം എമൗണ്ട് ഓഫ് ഇൻവെസ്റ്റ്മെൻ്റ് എങ്കിലും ഉണ്ടെങ്കിലേ നമുക്ക് എക്കണോമിക് ഡെവലപ്മെൻറ്റിലേക്ക് കൺട്രിക്ക് അറ്റൈൻ ചെയ്യാനായിട്ട് സാധിക്കുന്നു. Therefore, if so many mutually supporting industries which depend upon each other are started, the economies of scale will be reached. അപ്പോൾ ഇക്കോണമീസ് ഓഫ് സ്കെയിൽ അറ്റൈൻ ചെയ്യണമെങ്കിൽ നമുക്കറിയാം ഏതൊരു ഇൻഡസ്ട്രി ആയാലും ഒരു സ്റ്റേജ് കഴിയുമ്പോൾ അറ്റൈൻ ചെയ്യുന്ന പ്രിവിലേജ് ആണ് ഇക്കോണമീസ് ഓഫ് സ്കെയിൽ, അല്ലെങ്കിൽ അവർ എൻജോയ് ചെയ്യുന്ന ബെനിഫിറ്റ്സ് ആണ് ഇക്കോണമീസ് ഓഫ് സ്കെയിൽ. അപ്പോൾ ഇക്കോണമീസ് ഓഫ് സ്കെയിൽ അവർക്ക് ആ ഒരു ബെനിഫിറ്റ് കിട്ടണമെങ്കിൽ ഒരു ഇൻഡസ്ട്രി മാത്രമല്ല അതുമായിട്ട് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന സപ്പോർട്ടിങ് ഇൻഡസ്ട്രീസിൻ്റെ എല്ലാം ഡെവലപ്മെൻറ്റ്, മ്യൂച്വലി സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ഇൻഡസ്ട്രീസിൻ്റെ എല്ലാം ഡെവലപ്മെൻറ്റ് ഉണ്ടാവണം. അങ്ങനെ എല്ലാ ഇൻഡസ്ട്രീസും ഡെവലപ്പ് ചെയ്യണമെങ്കിൽ അവിടെ എന്ത് വേണം, ഒരു സ്പെസിഫിക് എമൗണ്ട് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് അവിടെ ഉണ്ടായാൽ മാത്രമാണ് ആ ഇൻഡസ്ട്രീസ് എല്ലാം ഡെവലപ്പ് ചെയ്യുള്ളൂ. Then economies of scale will also be reaped. Such external economies which are attained through specific amount of investment will become helpful for economic development. അപ്പോൾ അങ്ങനെയുള്ള ഒരു എക്സ്റ്റേണൽ ഇക്കോണമി അറ്റൈൻ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് we have to attain economic development. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് റോസൻസ്റ്റൈൻ-ഡൊഡാൻ പ്രസൻറ്റ് ചെയ്യുന്ന 3 types of indivisibilities. ഓക്കെ, 3 types of indivisibilities and economies of scale. ഏതൊക്കെയാണ് 3 types of indivisibilities നോക്കാം. ഫസ്റ്റ് വൺ, indivisibilities in production function. Indivisibilities in production function. When so many industries are established, the economies regarding factors of production, goods and techniques of production are accrued. Rosenstein-Dodan gave more importance to economies which arise due to the establishment of social overhead capital. അതായത് പലതരത്തിലുള്ള ഇൻഡസ്ട്രീസ് ഉണ്ട്. ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഡസ്ട്രീസ്, ദെൻ ഗുഡ്സ്, ഫൈനൽ ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇൻഡസ്ട്രീസ്, ടെക്നിക്സ് ഓഫ് പ്രൊഡക്ഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ അങ്ങനെ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഡസ്ട്രീസ്. പക്ഷേ റോസൻസ്റ്റൈൻ-ഡൊഡാൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഇക്കണോമിക് ഡെവലപ്മെൻറ്റിലേക്ക് ഇക്കണോമിക് ഡെവലപ്മെൻറ്റ് അറ്റൈൻ ചെയ്യാനായിട്ട് വേണ്ടതായിട്ടുള്ള ഇക്കോണമീസ് എന്ന് പറയുന്നത് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് സോഷ്യൽ ഓവർഹെഡ് ക്യാപിറ്റൽ. ഹി ഗേവ് മോർ ഇമ്പോർട്ടൻസ് ടു സോഷ്യൽ ഓവർഹെഡ് ക്യാപിറ്റൽ ആസ് ആൻ ഇൻഫ്രാസ്ട്രക്ചർ ഇൻ ദിസ് മോഡൽ.
The infrastructure consists of എന്തൊക്കെ ഇൻഫ്രാസ്ട്രക്ചേഴ്സ് ആണ് ഇവിടെ സോഷ്യൽ ഓവർഹെഡ് ക്യാപിറ്റൽ SOCയുടെ പാർട്ടായിട്ട് അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ഇൻഫ്രാസ്ട്രക്ചർ, അദ്ദേഹം മെൻഷൻ ചെയ്തിരിക്കുന്ന ഇൻഫ്രാസ്ട്രക്ചേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ട്രാൻസ്പോർട്ടേഷൻ, കമ്മ്യൂണിക്കേഷൻ ആൻഡ് എനർജി റിസോഴ്സസ്. ഇപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ, കമ്മ്യൂണിക്കേഷൻ, എനർജി റിസോഴ്സസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെല്ലാം ഒരു എന്താ പറയുക, ഒരു സെയിം ആയിട്ടുള്ള ഒരു ഫീച്ചേഴ്സ് ഉള്ളതായിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഇൻഫ്രാസ്ട്രക്ചേഴ്സ് എല്ലാം. They all contribute to development indirectly. അപ്പോൾ സോഷ്യൽ ഓവർഹെഡ് ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ടു ഇക്കണോമിക് ഡെവലപ്മെൻറ്റ് ഇൻഡയറക്ട്ലി. ട്രാൻസ്പോർട്ടേഷനും കമ്മ്യൂണിക്കേഷനും എനർജി റിസോഴ്സസും എല്ലാം അതിൻ്റെ പാർട്ടാണ്, എല്ലാ ഇൻഡസ്ട്രീസിൻ്റെയും പാർട്ടാണ്. ഡയറക്റ്റ് ആയിട്ടല്ല, ഇൻഡയറക്ട്ലി ഇക്കണോമിക് ഡെവലപ്മെൻറ്റിലേക്ക് ലീഡ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഈ SOCs. They last for a longer period of time. അതിൻ്റെ പെക്യുലാരിറ്റീസ് ആണ് it last for a longer period of time. SOC cannot be imported. SOC എന്ന് പറയുന്നത് ഡൊമസ്റ്റിക്കലി അവൈലബിൾ ആണ്, ഡൊമസ്റ്റിക്കലി റിലേറ്റഡ് ആണ്. ഇറ്റ് കനോട്ട് ബി ഇമ്പോർട്ടഡ്. ടു കൺസ്ട്രക്ട് ഇറ്റ് എ ബിഗ് എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ ഈസ് റിക്വയർഡ്. For the construction of SOCs, for the construction of infrastructure, we have to need a big amount of capital. For some time, the excess capacity may grow in SOC. Excess capacity may grow in SOC, but there are very much must. Excess capacity in social overhead capital is a very required condition for economic development. Accordingly, underdeveloped countries will have to spend. How much money underdeveloped countries will spend for this investment on SOC? 30% to 40% of investment on social overhead capital. The SOC is attached with the following indivisibilities. എന്തൊക്കെയാണ് SOCs റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഡിവിസിബിലിറ്റീസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, SOCs എന്ന് പറയുന്നത് എന്തൊക്കെയാണ് നമ്മൾ കണ്ടു. ദെൻ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്. ഇറിവേഴ്സിബിലിറ്റി ഇൻ ടൈം. It must precede other directly productive investment. ഇത് മറ്റുള്ള ഡയറക്ട്ലി പ്രൊഡക്റ്റീവ് ഇൻവെസ്റ്റ്മെൻറ്റ്സിനെല്ലാം പ്രിസീഡ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് ഇൻ സോഷ്യൽ ഓവർഹെഡ് ക്യാപിറ്റൽ. ഇറിവേഴ്സിബിലിറ്റി ഇൻ ടൈം. നമുക്കൊരു പർട്ടിക്കുലർ ടൈം ഡ്യൂറേഷനിൽ നമുക്കതിനെ ഇറിവേഴ്സ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഓക്കെ, ഇറ്റ് മസ്റ്റ് പ്രിസീഡ് അതർ ഡയറക്ട്ലി പ്രൊഡക്റ്റീവ് ഇൻവെസ്റ്റ്മെൻറ്റ്സ്. സോഷ്യൽ ഓവർഹെഡ് ക്യാപിറ്റൽ പ്രിസീഡ് DPA, directly productive investments. Minimum durability of equipment. Any lesser level of durability is either impossible due to technical reasons or much less efficient. അതായത് ഈ ഒരു സോഷ്യൽ ഓവർഹെഡ് ക്യാപിറ്റലിൻ്റെ ഡ്യൂറബിലിറ്റി എന്ന് പറയുന്നത് മിനിമം ഡ്യൂറബിലിറ്റി ഓഫ് എക്യുപ്മെൻറ്റ്, മിനിമം ഡ്യൂറബിൾ ആയിരിക്കണം. അതായത് നമുക്കതിൻ്റെ ഒരു ലാസ്റ്റ് ചെയ്യുന്നതിനെ കുറിച്ച് ഒരു എന്താ പറയുക, ഒരു മിനിമം ഇത്ര ഇയറെങ്കിലും ലാസ്റ്റ് ചെയ്യുന്ന ഒന്നായിരിക്കണം SOCs. ഇപ്പോൾ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ഫോർ പ്രസൻറ്റ് ജനറേഷൻ, ഒരു 50 years അങ്ങനെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തുകൊണ്ടല്ല. ഇറ്റ് ഈസ് ഫോർ ഒരു സസ്റ്റെയിൻ ചെയ്യാനായിട്ട്, അല്ലേ, നെക്സ്റ്റ് ജനറേഷനും കൂടെ സസ്റ്റെയിൻ ചെയ്യാൻ പാകത്തിലാണ് സോഷ്യൽ ഓവർഹെഡ് ക്യാപിറ്റൽ. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഡ്യൂറബിലിറ്റി എന്ന് പറയുന്നത് ഒരു മിനിമം ഡ്യൂറബിൾ ആയിട്ടുള്ള ഒന്നായിരിക്കണം SOCs. ദെൻ ലോങ് ജസ്റ്റേഷൻ പീരീഡ്. ദ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ SOC ടേക്സ് ടൈം ടു ജനറേറ്റ് റിട്ടേൺസ്. അല്ലേ, ഒരു ഫാസ്റ്റ് റിട്ടേൺ അല്ല, അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് റിട്ടേൺ അല്ല. ഇറ്റ് ടേക്സ് ടൈം ടു ജനറേറ്റ് റിട്ടേൺസ് ആൻഡ് ഇറ്റ്സ് ഇമ്പാക്ട് ഓൺ ദ എക്കോണമി ഈസ് നോട്ട് ഇമ്മീഡിയറ്റ്ലി ഓർ ഡയറക്ട്ലി വിസിബിൾ. Its impact is not immediately or directly visible to the economy now itself. Okay, irreducible minimum social overhead capital industry mix. Point എന്താ നോക്കാം. Investment needs to be of a certain minimum magnitude and spread across a mix of industries. Investment needs to be a certain minimum magnitude and spread across a mix of industries. ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു പർട്ടിക്കുലർ ഇൻഡസ്ട്രി മാത്രമല്ല, എ ഗ്രൂപ്പ് ഓഫ് ഇൻഡസ്ട്രീസിലേക്കായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് സ്പ്രെഡ് ചെയ്യുന്നു. വിത്തൗട്ട് വിച്ച് ഇറ്റ് വിൽ നോട്ട് സിഗ്നിഫിക്കൻ്റ്ലി ഇമ്പാക്ട് ദ പ്രോസസ് ഓഫ് ഗ്രോത്ത്. അങ്ങനെ ചെയ്തില്ലെങ്കിൽ എന്താണ് സംഭവിക്കുക? ഇറ്റ് വിൽ നോട്ട് സിഗ്നിഫിക്കൻ്റ്ലി ഇമ്പാക്ട് ദ പ്രോസസ് ഓഫ് എക്കണോമിക് ഗ്രോത്ത് ഓർ എക്കണോമിക് ഡെവലപ്മെൻറ്റ്. Indivisibilities of demand. The complementarily with respect to demand requires that underdeveloped countries should establish such industries which could support each other. To make investment in one project may be risky because in underdeveloped countries the demand for goods and service is limited due to lower income. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു, അണ്ടർഡെവലപ്ഡ് കൺട്രീസ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ഇൻഡസ്ട്രീസ് ദേ ആർ മ്യൂച്വലി ഡിപ്പെൻഡൻറ്റ്.
mutually dependent each other. To make investment in one project may be risky. ഒരു അണ്ടർഡെവലപ്ഡ് കൺട്രീസിനെ സംബന്ധിച്ച് to make investment in one project may be risky. എന്തുകൊണ്ടാണ് റിസ്കി ആണെന്ന് പറയാൻ കാരണം the demand for goods and services is limited due to lower income in the hands of people. അപ്പോൾ ഇൻകം ലോ ആയതുകൊണ്ട് തന്നെ ഡിമാൻഡ് ഫോർ ഗുഡ്സ് ആൻഡ് സർവീസസ് ഓൾസോ ലിമിറ്റഡ്. അതുകൊണ്ട് തന്നെ നമുക്കൊരു പ്രോജക്റ്റിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് റിസ്ക് ഉള്ള ഒരു ഫാക്ടറാണ്. In other words, indivisibilities of demand requires that at least a certain amount of investment be made. ഒരു certain amount of investment ആവശ്യമാണ്. എന്തിന്? ഒരു മറ്റുള്ള ഇൻഡസ്ട്രീസ് എല്ലാം കൂടെ സപ്പോർട്ട് ചെയ്ത് നിൽക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ we have to need a specific amount of investment. As a result, the size of market will be extended. അപ്പോൾ ഇങ്ങനെ ഒരു സ്പെസിഫിക് ആയിട്ട് ഓരോ ഇൻഡസ്ട്രിയിലേക്കുമായിട്ട് സെപ്പറേറ്റ് ചെയ്ത് ഇൻവെസ്റ്റ്മെന്റ് നടത്തുവാണെങ്കിൽ it will help to expand the size of market in underdeveloped countries, and the problem of limited market will also come to an end in underdeveloped countries. Okay, that is indivisibilities of demand. ഇനി നമുക്ക് അതിൻ്റെ ഡയഗ്രമാറ്റിക് ആയിട്ടുള്ള പ്രസൻറ്റേഷൻ ആണ്. ഡയഗ്രാം നോക്കാം. ഡയഗ്രത്തിൽ നമുക്കിവിടെ ഡിമാൻഡ് കർവ്, ആവറേജ് റവന്യൂ കർവ് ഉണ്ട്, മാർജിനൽ റവന്യൂ കർവ് ഉണ്ട്. ഇത് മാർജിനൽ റവന്യൂ കർവാണ്. D1 എന്ന് പറയുന്നതാണ് നമ്മുടെ AR1 ആവറേജ് റവന്യൂ കർവ്. ദെൻ അതിൻ്റെ ഷിഫ്റ്റ് കാണിച്ചിരിക്കുകയാണ്. നമുക്ക് നോക്കാം. D1 MR1 are the average and marginal revenue curve of a firm when investment is made on the single firm. D1 എന്ന് പറയുന്നതാണ് AR1 average revenue, then marginal revenue. This firm sells OQ1 quantity and charges OP1 price. OQ1 ആണ് നമ്മുടെ equilibrium point നോക്കി. Marginal cost cut marginal revenue at the point E1. Here the MC cut below from MR. Then this is the point of equilibrium E1. Then we extend to AR curve, a demand curve or AR curve, and point B. Then we fix the first price, equilibrium price OP1. Then here it faces losses equal to P1 CAB. In this condition, industry face loss. The loss area is P1 CAB. This is P1 CAB. എന്തുകൊണ്ടാണ് ഇത് P1 CAB എന്ന് പറയുന്നത്? ലോസ് ഏരിയ ആയിട്ട് നമ്മൾ പറയുന്നത് ആവറേജ് കോസ്റ്റ് is here. Average cost is above average revenue. This is the average revenue curve. D1 is here, the average revenue curve. The average cost is above the average revenue curve. This is the loss area. This is the loss area. Average revenue is below average cost. But if investment is made in so many industries, the market will be extended. Industry investment is made on small large number of industries in the market. Then the market will be extended. In this way, the demand will increase as shown by D4. The demand curve will shift D1 to D4. The marginal revenue curve also shift from MR1 to MR4. Now the equilibrium take place at point E. The new equilibrium point is point E. The same MC curve cuts MR4 at point E. Then it extends to average revenue curve or D4. Then mark our new equilibrium price is OP4. OP4. As a result, OQ4 is the quantity, then OP4 is the price. As a result, the industries are having profits equal to P4RST. Industry attain profit P4RST is the industry's profit. It means that the greater investment in so many industries may convert the losses into profit. The investment in many industries may convert the loss into profit. This is the first ever loss area is P1CAB is the loss area. P1CAB is our loss area. It converted into profit here. P4RST is our new profit. Okay.